കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കുക, ഇബ്രാഹിം ഹാജിയുടെ മരണത്തിന് ഉത്തരവാദികളായ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം RDO ഓഫീസിന് മുമ്പിൽ ആരംഭിച്ചു. പ്രിൻസ് ടൈൽസ് ആൻഡ് വീൽസ്, JT റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതെ ആത്മഹത്യ ചെയ്ത ഇബ്രാഹിം ഹാജിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടും മുഴുവൻ നിക്ഷേപകരുടെയും പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുമാണ് LDFന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ RDO ഓഫീസിന് മുമ്പ് അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രകടനവുമായി എത്തി RDO ഓഫീസിന് മുമ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ സമരപന്തലിൽ നടന്ന സത്യാഗ്രഹ സമരം CPIM ജില്ലാ കമ്മിറ്റി അംഗം PK ദിവാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പലിശ കൊടുക്കൽ നിർത്തലാവുന്നതോടുകൂടിയാണ് അത്യാവശ്യം പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വരുന്നത്. പിന്നീട് നാം കാണുന്നത് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചിട്ടുള്ള ഇതിന്റെ ഉത്തരവാദപ്പെട്ടവർ നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറുകയാണ്. അങ്ങനെയാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇബ്രാഹിം ഹാജിയുടെ മരണം സംഭവിക്കുന്നത്. DCCയുടെ ജനറൽ സെക്രട്ടറിയുടെ വീട്ടുകോലായിൽ പോയി ആത്മഹത്യ നടത്തുന്ന നിലയിലേക്ക് ഒരു സംഭവം ഉണ്ടാകുന്നത്. അതോടുകൂടിയാണ് നാട്ടുകാരുടെ മുമ്പിലേക്ക് കടത്തനാട് സൊസൈറ്റിയുടെ പ്രവർത്തനം ഈ നിലയിൽ ഒരു പണം തട്ടിപ്പ് നടത്തുന്ന സംഘമായി മാറിയിരിക്കുകയാണ്. ലീഗും കോൺഗ്രസും RMPയും ചേർന്ന ഒരു മുക്കൂട്ട് മുന്നണി വടകരയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകളുടെ മുഴുവൻ പണവും സമാഹരിച്ചെടുത്ത് അവർ സാധാരണ ക്രെഡിറ്റ് സൊസൈറ്റികളായ സഹകരണ ബാങ്കുകളിലും മറ്റു ബാങ്കുകളിലും നിക്ഷേപിച്ചിട്ടുള്ള പണത്തെ പിൻവലിപ്പിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ചു. വലിയ പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ള തുക പിന്നീടുള്ള ഒരു ഘട്ടമെത്തിയപ്പോൾ പലിശയുമില്ല, നിക്ഷേപവും ഇല്ലാത്ത നിലയിലേക്ക് മാറിയ ഒരു ഘട്ടത്തിലാണ് ഇബ്രാഹിം ഹാജി മരണത്തിലേക്ക് തന്നെ തീരുമാനമെടുത്തു പോകുന്നത്. ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേക പ്രശ്നമാണ്. ആ പ്രശ്നമാണ് സത്യത്തിൽ നിക്ഷേപകരെ വഞ്ചിച്ച വിഷയം ലോകമറിയുന്നതിന് കാരണമാക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ മുഴുവൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരണം, ഏത് നടപടിയിലൂടെ, എന്തെല്ലാം തെളിവുകളുണ്ട്, അതെല്ലാം ശേഖരിക്കണം. എന്നാ പോലീസിന്റെ ഭാഗത്ത് പ്രതികളായി വരുന്നവർ കോൺഗ്രസുകാരായതുകൊണ്ട് ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR-നകത്ത് അസ്വാഭാവിക മരണം എന്ന് പറയുന്നത് മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയത്. സമരസമിതി ചെയർമാൻ രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുരേഷ് ബാബു, PM മനോജൻ, CH ഹമീദ് മാസ്റ്റർ, ജയപ്രകാശ്, സത്യനാരായണൻ മാസ്റ്റർ തുടങ്ങിയ LDF നേതാക്കൾ സംസാരിച്ചു. പവിത്രൻ മാസ്റ്റർ സ്വാഗതവും പറഞ്ഞു. സത്യാഗ്രഹത്തിൽ ഇബ്രാഹിം ഹാജിയുടെ ബന്ധുക്കളും തട്ടിപ്പിനിരയായ നിക്ഷേപകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.